ഒട്ടും തന്നെ ഹെയർ കെയർ ചെയ്യാതെ എൻ്റെ മുടി ഫുൾ ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ കല്യാണമൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് ഹെയർ കട്ട് ചെയ്യാൻ നേരെ പോയി ചമയത്തിലോട്ടായിരുന്നു. ഏകദേശം 1 വർഷമായി ഞാൻ ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. 2 പേർക്കും ഹെയർ കട്ട് ഉണ്ടായിരുന്നു. എത്തിയപ്പോൾ നല്ല തിരക്കാണ്, ഞാൻ വെച്ച് ലേറ്റ് ആവുമെന്ന് വെച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു ഹെയർ വാഷ് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട്. ആ ഹെയർ വാഷ് നല്ല രീതിക്ക് റിലാക്സ് ചെയ്ത് മസാജൊക്കെ ചെയ്തായിരുന്നു ചേച്ചി ചെയ്ത് തന്നത്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ചേച്ചിയും കൂടെ ആയിരുന്നേ. അങ്ങനെ ഹെയർ വാഷ് കഴിഞ്ഞ് എന്നെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് നിന്നു. ഹെയർ കട്ട് ചെയ്യാനായിട്ട് എന്ത് വേണം, ഇതിൻ്റെ ലെങ്ത് വേണം. അപ്പോൾ പണ്ടൊക്കെ മുട്ടറ്റം മുടി വേണമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞു ഇച്ചിരി ലെങ്ത് കയറ്റി അങ്ങ് വെട്ടിക്കോ ചേച്ചി, കാരണം ചേഞ്ചൊക്കെ വേണ്ടേ. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മെൻ്റലി ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു ഹെയർ കട്ട് എടുത്താൽ നമ്മൾ പാതി ഓക്കെ ആവുമെന്ന്. കാരണം എന്താണെന്നറിയുമോ, നമ്മൾ ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് കണ്ണാടിയിൽ മുമ്പ് നിന്ന് അങ്ങനെ സ്റ്റൈൽ ചെയ്യും ഇങ്ങനെ സ്റ്റൈൽ ചെയ്യും എന്നൊക്കെ നോക്കത്തില്ലേ. അപ്പോൾ നമ്മൾ എന്തിനാണ് വിഷമിച്ചെന്ന കാര്യം നമ്മളങ്ങ് മറന്നു പോകും. അതാണ് കാര്യം. അങ്ങനെ ഈ മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സിനിമാൻ്റെ ലുക്ക് ഉണ്ടെന്ന്. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് വന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ മുടി കിടക്കില്ല എന്നെനിക്കറിയാം, എന്നാലും ആ ഒരു ടൈമിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് പട്ടിഷോയ്ക്ക് ഇറക്കിയിട്ട് നേരെ രഹിനിക്ക് മുടി കട്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി. അവളുടെ ഹെയർ കട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത ശേഷം അവിടെ നിന്ന് ഇറങ്ങി. സോ അടുത്ത വീഡിയോ കാണുന്നവരെ